കുറച്ചൊരു എരിവും കൂടി വേണ്ടിയിരുന്നല്ലേ? അബോഗ്രെ, അച്ഛനേരെ വന്നവിടെ ഹരിദാസിന് ഒരു കമ്പി ഉണ്ടായിരുന്നു. ഇതാ കുട്ടിശങ്കര മേനോൻ. ഇയാളാ തറവാട്ടിലെ ആളാ, ഇയാൾ കൊടുത്തോളും. മേനെ ഇതിലൊന്ന് ഒപ്പിടൂ. ഞാൻ എന്റെ ആയുസിനിടയിൽ കമ്പിയിൽ ഒപ്പിട്ടിട്ടില്ല, എന്നിട്ട് ഒപ്പിടാനും ചെയ്യാറില്ല. ആരാശോട്ടെ. അല്ല, ഹരിദാസ് മേനല്ല കമ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞാൽ ഒപ്പിടില്ല. ഇത് പുലിവാലായല്ലോ, ഒപ്പിടി. മനുഷ്യരായ പറഞ്ഞാൽ മനസ്സിലാക്കണം. ആ അച്ഛനാരെ പണ്ട് പോയിട്ടുള്ളൂ. നിങ്ങൾ അയാളെ കൊടുത്താൽ മതി. ശരി, ഉപ്പ് കുറവാന്ന് തോന്നല്ലേ? അതൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്ക്. വേണ്ട. അച്ഛനേരെ ഹരിദാസിന് ഒരു കമ്പി ഉണ്ട്. കമ്പിയോ? അതെ, ഹരിദാസിനെ. ഇതിലൊന്ന് ഒപ്പിടൂ. എനിക്ക് ഒപ്പിടാം, കമ്പിയല്ല ആർക്കും ഒപ്പിടാം. ഓ, അച്ഛനേരെ കിഴക്കുംപാട്ട കറണ്ടിന്റെ ബില്ല് കെട്ടിയില്ലല്ലോ. ഓടോടുന്ന കരണ്ട് കമ്പിയാണ് ഹരിദാസന്. മാറ്. അച്ഛനേരെ അവിടെ ഒരു കാര്യം ഇപ്പൊ നേരമില്ല കുമാര, ഹരിദാസിന്റെ കമ്പി. അച്ഛന്മാരെ കിഴക്കമ്പാട്ടെ കൊയ്യാ. മാറി അവിടെ നിന്ന്, കൊയ്ത്തല്ല കമ്പി. മാറ്. ഓ, മാറുകയില്ല. ഹരിദാസൻ ജയിച്ചു. 1ാം ക്ലാസ് അതിലപ്പുറം ഉണ്ട്. അച്ഛന്മാരിപ്പൊ കമ്പി കൊണ്ടുവന്നു. എന്താ കുഞ്ഞുമാള്? അമ്മേ, നമുക്കിന്നൊരു പായസം വെക്ക. വേണ്ട കുട്ടി, അമ്പലത്തിന് പണപ്പായസത്തിന് അച്ഛന്മാരെ അതിൽ കാശ് കൊടുക്കാൻ പോവാ ഞാൻ. എന്റെ മോന്റെ മോൻ വന്നിട്ടുണ്ട്. 5-8 കൊല്ലായി അവന്റെ ഒരു വിവരവും ഇല്ല. ഇപ്പഴാ വരണേ. അവന് റൊട്ടിപ്പീടിയയില് പണിയാണ്. തള്ളയ്ക്ക് സഹായത്തിനൊരാളായല്ലോ. അവൻ ഇവിടെ നിന്ന് അലക്കിന് സഹായിക്കാൻ ആളായി. 4 ആളുടെ പണി ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ വന്ന് അങ്ങോട്ട് പോവാൻ തിരക്കൂട്ടുക. കുഞ്ഞുമാളോ, ഒന്നങ്ങോട്ട് വരൂ. കൈ ഒഴിഞ്ഞിട്ട് മതി. നിന്റെ അപ്പുട്ടേട്ടൻ വന്നിട്ടുണ്ട് കുഞ്ഞുമാളും. ആങ്ങള് പറയാണ് അവൻ ഇവിടെ തന്നെ നിർത്തുക നല്ലതെന്ന്. ആലോചിച്ചപ്പോ ഒരു വഴിയാ കണ്ടത്. ഇവളെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പൊ തന്നെ ഇവിടെ നിന്നോളും. അവൾക്ക് 10-17 വയസ്സായില്ലേ? അമ്മ ഉറങ്ങുന്നു. മോളിൽ വാ. എന്താ ഒരു ദുഃഖം? എന്തോ എനിക്ക് പേടിയാവുന്നു. എന്തിന്? നിനക്ക് ഞാനില്ലേ? അടുപ്പത്ത് ഞാൻ നോക്കാം. നീ വൈദ്യുതി പിന്നെ സഹചരാതി തൈലം വാങ്ങിക്കൊണ്ട്. അച്ഛനായിരുന്നു വരണ്ടാവില്ല. മുകളിലേക്കുള്ള ചായ അത് ഞാൻ കൊടുക്കാം.
ഇപ്പൊ വേണ്ട. പിന്നെപ്പോൾ? എപ്പോഴും. എനിക്ക് ഒരു ജോലി കൂടി ശരിയാകണം. അതിന് നിന്റെ കയ്യിൽ സ്പെഷ്യൽ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഉറുപ്പ് തരുമോ? എന്തിന്? ആവശ്യമുണ്ട്. ഇതൊന്നും വേണ്ട, ഒരു ഉറുപ്പ് മതി. രാത്രി ഭഗവാനെ, കുട്ടിയുടെ പ്രാർത്ഥന എപ്പോഴും ഫലിക്കുമല്ലേ? എല്ലാം ഭഗവാൻ നിശ്ചയിക്കണ പോലെ വരും. ഞാൻ കുറെ പ്രാർത്ഥിച്ചു നോക്കി. എല്ലാ കണക്കും എപ്പോഴും തെറ്റിയിട്ടേ ഉള്ളൂ എനിക്ക്. എന്താ അമ്മണി? ഒന്നുമില്ല. ഞാൻ അക്കരയെന്ന എന്റെ ബന്ധത്തിലൊരു കുട്ടിയുണ്ട് ഇവിടെ ജോലിക്ക് നിൽക്കണം. ഒന്ന് കാണണം. എനിക്ക് നാട്ടിൽ നിൽക്കാൻ നേരമില്ല. ടൗണിൽ ബേക്കറിലെ ജോലി. എനിക്ക് ഉടനെ പോണം. അതിനു മുമ്പ് ഞങ്ങളുടെ ചില വീട്ടുകാര്യങ്ങൾ ശരിയാക്കണം. എനിക്ക് തിരക്കുണ്ട്. എനിക്കിവിടെ പണിയുണ്ടെന്ന് അമ്മ പറഞ്ഞാ മതി. ചെന്നിട്ട് വിവരം ചോദിക്ക്. കാണാൻ പറ്റില്ല എന്ന് ഞാൻ എങ്ങനെയാ പറയാ? ചിലപ്പോ ഒരു പെണ്ണ് കാണല് കൂടെ ആവൂ. ആരും അങ്ങനെ എന്നെ കാണണ്ട. അതൊക്കെ എല്ലാ പെൺകുട്ടികളും പറയാറുള്ളത് തന്നെയാ. ചെല്ല്. ആ, അയാൾക്ക് ചായയുടെ വെള്ളം കൊടുക്ക്. പിന്നെ ഉണ്ണാൻ നിക്കണുണ്ടേ ഉണ്ടോളാനും പറയൂ കേട്ടോ. കുഞ്ഞിമാളോ, ഞാൻ നാട്ടിലേക്ക് പോന്നു. വല്യമ്മ പറഞ്ഞു. നിനക്ക് ഇവിടെ സുഖാണോ? ഇവിടെ ആരൊക്കെയുണ്ട്? അധികം ആരുമില്ല. അമ്മയുണ്ട്. പിന്നെ ഇപ്പോ അമ്മയുടെ മകനും. ഓ, ഇപ്പൊ കണ്ട ആൾ. അവിടെ എനിക്ക് 15 രൂപയുടെ കാശ് കിട്ടും, ചിലപ്പോ 20. പക്ഷേ ഇനി പോണ്ടെന്ന് അച്ചമ്മയ്ക്ക് ശാഠ്യം. നിന്റെ അഭിപ്രായം അറിയണം. നീ എന്നാ അങ്ങോട്ട് വരണത്? അതറിഞ്ഞിട്ട് വരാനാ അച്ഛനും അച്ഛമ്മ എന്നെ അയച്ചത്. നീ എന്തോന്നും മിണ്ടാത്തേ? അമ്മയോട് ചോദിക്കണം. ഇവരുടെ സൗകര്യം നോക്കി എന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. എനിക്ക് ടൗണിൽ കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ല. പിന്നെ ആ തള്ള പറയുമ്പോ പതുക്കെ ഇവിടെ കേൾക്കാൻ തക്കവണ്ണം ശബ്ദം മതി. വെള്ളിയാഴ്ച നീ അങ്ങോട്ട് വരണം. വരികയാണെങ്കിൽ താമസിച്ച് ഞാൻ എന്റെ പാട്ടിന് പോവും. അച്ഛമ്മ എല്ലാം ആര് പറഞ്ഞാലും. ചായ വേണ്ട, ഞാൻ പീടിയെന്ന് കഴിച്ചോളാം. വെള്ളിയാഴ്ച കഴിയുമെങ്കിൽ അതിനു മുമ്പ്.